ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അമ്മായിമ്മമാരെല്ലാം മരുമക്കൾക്ക് വേണ്ടിയിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ദേവേനെ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് ഇങ്ങനെ വെക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് നാനേ വരുന്നുണ്ട്. അന്നേരം നിങ്ങൾ കറക്റ്റ് സമയത്താണല്ലോ വന്നത്, ഇനി ഇത് കഴിച്ചിട്ട് പോയി ഡ്രസ്സ് മാറിയാൽ മതി എന്ന് പറയും. അത് അത്രയേ ഉള്ളൂ എന്നങ്ങനെ പറഞ്ഞ് ആദർശ നായനും കൂടെ ഇങ്ങനെ അവിടെ നിന്ന് ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അന്നേരത്തേക്ക് അനാമിക അങ്ങോട്ട് വരും. മോളും വന്നിരിക്കുക എന്ന് പറഞ്ഞ് ചാനയ്ക്ക് ഉണ്ടാക്കിയത് അനാമികയ്ക്ക് കൊടുക്കും. അന്നേരത്തേക്ക് ജലജ വന്നിട്ട് ഇങ്ങനെ, നിങ്ങളൊക്കെ നിങ്ങളുടെ മരുമക്കൾക്കുള്ളത് ഉണ്ടാക്കിയില്ലേ, ഇനി ഞാൻ എൻ്റെ മരുമക്കൾക്കുള്ളത് കൊണ്ട് കൊടുക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ജലജ അങ്ങോട്ട് ഇങ്ങനെ പോകും. അന്നേരം അനാമിക ജാനകിയോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കുള്ളതല്ല ഇനി അമ്മ ഉണ്ടാക്കിയാൽ മതി, വേറെ മറ്റുള്ളവരൊന്നും ഉണ്ടാക്കിയത് കഴിക്കാനായിട്ട് എനിക്ക് അത്ര വിശ്വാസമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്ക് ദേവേനി പറയുന്നുണ്ട്, ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന സ്വഭാവമൊന്നും എനിക്കില്ല, അത് ചെയ്യുന്ന വേറെ പലരും ഇവിടെയുണ്ട്, അതുകൊണ്ട് അവർക്കൊക്കെ അങ്ങനെ വേറെയുള്ളവരും ചെയ്യുമോ എന്നുള്ള ഒരു പേടിയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നുന്നത് എന്ന് പറയുവാണ്. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ അമ്മ വീട്ടിൽ മൊത്തത്തിലൊരു സെപ്പറേഷൻ ആയല്ലോ എന്ന്. അന്നേരം ഓരോരുത്തരെ സ്വഭാവം വെച്ച് ഇങ്ങനെയൊക്കെ വരുമെന്ന് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അമ്മ ഉണ്ടാക്കിയ പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും എൻ്റെ ടേസ്റ്റ് അറിഞ്ഞ എൻ്റെ അമ്മയാണ് ഉണ്ടാക്കിയത് എന്നാണ് അനാമിക പറയുന്നത്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്ന് കൊണ്ടും കൊടുത്തും ഇങ്ങനെ അവരിങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ജലജ മുകളിലോട്ട് ഇങ്ങനെ കയറി വന്നപ്പോഴേക്കും കാണുന്നത് കണ്ണാടി നോക്കി ഇങ്ങനെ സൗന്ദര്യം നോക്കിയിരിക്കുന്ന നവ്യാണ്. നവ്യ കണ്ണാടിയൊക്കെ നോക്കി ഇങ്ങനെ പറയുക, പ്രസവം കഴിഞ്ഞാലും വണ്ണം ഒന്നും വെച്ചില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന്. അപ്പോഴേക്കും പലഹാരമൊക്കെ ആയിട്ട് ജലജ നവ്യയുടെ അടുത്തോട്ട് ചെല്ലുന്നു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, താഴെ ഓരോ മരുമക്കൾക്കും വേണ്ടി അമ്മായിമ്മമാർ ഓരോന്നുണ്ടാക്കി, അപ്പോൾ ഞാനും അങ്ങ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് നവ്യയ്ക്ക് അങ്ങ് കൊടുക്കുകയാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഓരോ ദിവസവും ഈ വീടിനകത്തുള്ള പോര് കൂടിക്കൂടി വരിക, ഏതായാലും അത് നന്നായി, അങ്ങനെ കൂടിക്കൂടി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വത്ത് ഭാഗം വെച്ച് കൊടുക്കുമല്ലോ, അത് മതി എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അങ്ങനെ ഭാഗം വെക്കാതിരിക്കുന്നതാണ് നല്ലത്, അങ്ങനെ എന്തെങ്കിലും തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അവകാശം ആദർശിനെ അച്ഛൻ കൊടുക്കുകയുള്ളൂ, അങ്ങനെ ആകുമ്പോഴേക്കും അവൻ ദേഷ്യമുള്ളവർക്ക് അവൻ കുറച്ചേ തരുള്ളൂ, അത് ശരിയാകില്ല എന്നിങ്ങനെ പറയും. അന്നേരം നവ്യ പറയാണ്, മൂർത്തി ജ്വല്ലറിയുടെ ആസ്തി എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്താനായിട്ട് മേല അത്രത്തോളം ഉണ്ട്, അതിനൊരു ഭാഗം കിട്ടിയാലും 10 തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കും. അന്നേരം എന്നാലും ഇപ്പം സെപ്പറേഷനെ പറ്റി ഇങ്ങനെ ഭാഗം ഇങ്ങനെ വെക്കലിനെ പറ്റി ഒന്നും സംസാരിക്കേണ്ട, നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം കുറച്ച് നാളും കൂടി എന്നിങ്ങനെ പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, സ്വത്ത് ഭാഗം വെക്കണമെന്നതാണ് അനാമികയുടെയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ആഗ്രഹം. അന്നേരം ജലജ പറയും, അത് നിങ്ങൾക്ക് സ്വത്തെന്ന് പറയുന്നത് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ കള്ളക്കൂട്ടങ്ങളാണെന്ന് പറയുമ്പോഴേക്കും അതെനിക്ക് നേരെ അറിയാമായിരുന്നു എന്നിങ്ങനെ പറയും. അതിൻ്റെ കൂടെ നവ്യ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ഭാര്യയെ വെച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, വൈകിട്ട് നവ്യ ഫ്രൈഡ് റൈസ് വേണം, അത് നന്നായി ഉണ്ടാക്കി തരണം എന്നിങ്ങനെ പറയുക. അന്നേരം മനസ്സിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ജലജയ്ക്ക്. പക്ഷേ നവ്യനെ പിണക്കാനായിട്ട് മേലാത്തതുകൊണ്ട് നോക്കട്ടെ, അടുക്കളയിൽ അതിനുള്ള സാധനമൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ, ഞാൻ ഉണ്ടാക്കി തരാം, പിന്നെ അതുണ്ടാക്കണമൊക്കെ ഒരുപാട് സമയമൊക്കെ വേണ്ടേ, നവ്യയ്ക്ക് ആകുമ്പോൾ അത് സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്നിങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന പലഹാരം പാത്രത്തോടെ മേടിച്ചുകൊണ്ട് ഇങ്ങനെ റൂമിലേക്ക് പോവാണ് കേട്ടോ നവ്യ. അതിനുശേഷം അനാമികയാണ് കാണിക്കുന്നത്. അനാമിക വീണ്ടും ഇങ്ങനെ ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ചുമ്മാ മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് അങ്ങോട്ടേക്ക് ആദർശ നയന ഇങ്ങനെ വരുന്നുണ്ടോ, എന്നിട്ട് ഇങ്ങനെ നിന്നെ അനി ഇങ്ങനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അവൻ എന്തിനാ എന്നെ വിളിക്കുന്നത്, നിൻ്റെ അനിയത്തോട് വിളിച്ച് ചോദിക്കുക, അവളെ വിളിച്ചായിരുന്നോ എന്ന്, മിക്കവാറും അവളെ വിളിച്ച് കാണുമായിരിക്കും എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, കുറേ നേരമായിട്ട് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചതെന്ന് പറയും. അതിനുള്ള മറുപടി തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവൻ അവളുടെ പുറകെയല്ലേ നടക്കുന്നത്, അവളോട് ചോദിക്കണം, എന്നെ അവൻ വിളിക്കാറൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്ക് ആദർശ് പറയുന്നുണ്ട്, അനാമിക അവനെ സ്നേഹിക്കണം, അല്ലാതെ അവൻ നിന്നെ സ്നേഹിക്കത്തൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ മൊത്തം ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരത്തേക്ക് അങ്ങോട്ടേക്ക് ജാനകിയും ദേവാനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അന്നേരം അനാമിക പറയുന്നുണ്ട്, എനിക്ക് ഇത്രയൊക്കെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, എന്നെ ഇവിടെ പിടിച്ചു നിർത്തേണ്ട എന്ന് ഞാൻ പലതവണ പറഞ്ഞേക്കണമല്ലേ, എന്നെ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിക്കോളാം, അതുപോലെ അമ്മയോട് ഞാൻ പറഞ്ഞത് എൻ്റെ പുറകെ വരരുത്, എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക അകത്തോട്ട് ഇങ്ങനെ കയറി പോവാം. അന്നേരം ജാനകി എല്ലാവരോടും ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, എൻ്റെ മോളെ ഒരിടത്ത് സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് പോലും നിങ്ങൾ സമ്മതിക്കത്തില്ലല്ലേ എന്ന്. അന്നേരം നയന പറയുന്നുണ്ട്, കുറച്ച് നേരമായിട്ട് അനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് അവളോട് ചോദിച്ചതെന്ന് പറയുമ്പോഴേക്കും അതിനുള്ള മറുപടി ആ മോള് തന്നത്, ഒരുത്തി വീട്ടിലോട്ട് കയറാൻ വേണ്ടി ഇങ്ങനെ വ്രതം നോറ്റ് നടക്കുവാണ്, എന്തൊക്കെ ചെയ്താലും അതൊന്നും സാധിക്കാനായിട്ട് പോകുന്നില്ല, അതുപോലെ ഒരു വ്രതം എനിക്കുണ്ട്, അവളെ ഈ വീട്ടിൽ കയറ്റില്ല എന്നുള്ളത് എന്നിങ്ങനെ പറയും. എന്നിട്ട് നയനെ കുറേ കുറ്റമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ദേവേനെ അതേ കയറി ഇങ്ങനെ പിടിക്കും, എൻ്റെ മരുമകളെ കുറ്റം പറയാനൊന്നും വേണ്ട. അന്നേരം ജാനകി ഏടത്തേക്ക് എൻ്റെ മരുമകളെ പറയാമല്ലോ, അന്നേരം പ്രശ്നമൊന്നുമില്ലല്ലോ, തിരിച്ച് അങ്ങനെ ചെയ്യുമ്പോഴേക്കും ബുദ്ധിമുട്ടുണ്ടല്ലേ, ഏതായാലും എൻ്റെ മോളെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ജാനകി അകത്തോട്ടങ്ങ് പോകും. പോയി കഴിയുമ്പോഴേക്ക് ആദർശ് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, എന്ത് പറഞ്ഞാലും ആ ഇളമയുടെ തലയിലേക്ക് കയറത്തില്ല, ഇപ്പോൾ തന്നെ അവനെ ഇങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അതുകൊണ്ട് അമ്മയോട് ചോദിച്ചെന്ന് എന്നിങ്ങനെ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇങ്ങനെ റൂമിൽ വന്നിരുന്നിട്ട് നയനെ ഇങ്ങനെ
നന്ദുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അനി അങ്ങോട്ടെങ്ങാനും ചെന്നായിരുന്നു എന്ന്. അന്നേരം അവൻ രാവിലെ വന്നപ്പോൾ ഞാൻ അവനോട് വളരെ മോശമായിട്ട് പെരുമാറിയത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അവൻ്റെ ഫോട്ടോ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ് അമ്മ എന്നെ തല്ലി വഴക്കും ഒക്കെ ചെയ്തായിരുന്നു. അതിൻ്റെ ദേഷ്യം മൊത്തം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അവനോട് വളരെ ഹാഷായിട്ടാണ് പെരുമാറിയത് എന്നിങ്ങനെ പറയുമ്പോഴാണ് നയന പറയുന്നത്, മോളെ ഇപ്പോൾ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എവിടെയാണെന്ന് അറിയത്തില്ല എന്ന്. അന്നേരം നന്ദുവിനാകെ ടെൻഷനായിട്ടോ. അന്നേരത്തേക്ക് ഈ സമയം ആദർശ് ഇങ്ങനെ റൂമിലേക്ക് വരുന്നുണ്ട്. അന്നേരം ആദർശിനോട് നയന പറയുന്നുണ്ട്, രാവിലെ അനി പോലീസ് സ്റ്റേഷനിൽ ചെന്നു എന്ന് അവിടെ നന്ദു ഇത്തിരി മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് വിഷമിച്ച് ഇറങ്ങി പോകുന്നത് എന്നൊക്കെ അവൾ പറയുന്നത്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏതായാലും നന്ദുവിനോട് അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, മോളെ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഞങ്ങൾ അന്വേഷിച്ചിട്ട് എവിടെയാണെന്ന് അറിയത്തില്ല, രാകേഷിനെ അവർ കൂട്ടുകാരെ ഒക്കെ വിളിച്ചു നോക്കി, അവരുടെ അടുത്തൊന്നും ഇല്ല, ചെന്നിട്ടില്ല, അതുകൊണ്ട് മോളൊന്ന് അന്വേഷിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് നയന ഫോൺ വെക്കുന്നത്. ഈ സമയം നന്ദുവിന് ആകെ ടെൻഷനാണ് കേട്ടോ. അതുകൊണ്ട് സൈബർ സെല്ലിൽ ഇങ്ങനെ വിളിച്ച് അനിയുടെ നമ്പർ ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കാൻ പറയും. അതുപോലെ തന്നെ സ്റ്റേഷനിൽ മറ്റേ ASI ഒക്കെ വിളിച്ചിട്ട് അനിയുടെ കാര്യം പറയുന്നുണ്ട്. അവനോട് ഞാൻ ഇത്രയും ഹാഷായിട്ട് പെരുമാറിയത് കൊണ്ടാണോ എന്നറിയില്ല, അവനിപ്പോൾ കാണാനില്ല എന്നിങ്ങനെ പറഞ്ഞ് ചേച്ചി വിളിച്ചു, അവനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നിങ്ങനെ പറയുക. അന്നേരം അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്, അതൊരു വട്ട് ചെറുക്കനല്ലേ, എന്തെങ്കിലും ചെയ്ത് കാണുമോ എന്ന് ചോദിക്കും. അവനെ അങ്ങനെ വട്ടൊന്നുമില്ല എന്ന് പറയാം. അത്ര ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇത്രയൊക്കെ സാർ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഏതായാലും അങ്ങനെ അന്വേഷിക്കാനായിട്ട് അങ്ങ് പോകുന്നു. ഈ സമയം എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആദർശ നയനെ ഇങ്ങനെ മാറി മാറി വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അനിയെ. ഫോണിൽ ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന്. പക്ഷേങ്കിൽ അനിയെ കിട്ടുന്നില്ല. അന്നേരം ആദർശ് അനിയെക്കുറിച്ച് ഇങ്ങനെ നയനോട് പറയുവാണ്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, അവനെ നന്ദു അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവനത് സഹിക്കാൻ പറ്റില്ല. കാരണം അവൻ അത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയാണെങ്കിലും നന്ദുവിനോട് അവനോട് ഇത്തിരി സോഫ്റ്റ് ആയിട്ടൊന്ന് പെരുമാറാനായിട്ട് പറ, ഫോണൊക്കെ ഒന്ന് ഇടയ്ക്ക് എടുക്കാൻ പറയാതെ നടക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, അവരെ തമ്മിൽ നമുക്ക് ഒന്നിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ ആദർശ് പറയാണ്, എന്ത് ചെയ്യാം, ഒരു രാക്ഷസി അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നു, അതോടുകൂടി അവൻ്റെ മനസ്സമാധാനം പോയി, ജീവിതവും പോയി എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ ആദർശം പുറത്തേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ സമയം എല്ലാ നന്ദുവും പോലീസുകാരും ഒക്കെ ഇങ്ങനെ അനിയെ അന്വേഷിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അന്വേഷിക്കാനായിട്ട് ഇങ്ങനെ ഓരോരുത്തരും വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞ് വന്നിട്ട് പറയുന്നുണ്ട്, അവിടെ ഇങ്ങനെ എല്ലാം മേഡം എന്ന് പറയുന്നുണ്ട്. അന്നേരം ആകെ ടെൻഷനിലാണ് നന്ദു അവരോട് പറയുന്നുണ്ട്, ഞാൻ രാവിലെ വളരെ മോശമായിട്ടല്ലേ അവനോട് പെരുമാറിയത്, അവനത് ഭയങ്കര ഫീൽ ചെയ്ത് കാണുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് രാവിലത്തെ ഓരോ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോഴേക്കും വീണ്ടും ടെൻഷൻ വരുവാണ് കേട്ടോ നന്ദുവിന്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് നന്ദു. അതുപോലെ ആദർശം നയനയും ഭയങ്കര ടെൻഷനോടെ ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അനി ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ വരുമോ എന്നിങ്ങനെ ഓർത്താ. അന്നേരമാണ് അങ്ങോട്ടേക്ക് ജയനും അജയനും കൂടെ ഇങ്ങനെ വരുന്നത്. അന്നേരം അവരോട് ഈ കാര്യം പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, അവനിങ്ങ് വരുമായിരിക്കും, കൂട്ടുകാരോട് കൂടെ എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും കൂട്ടുകാരുടെ അടുത്തെല്ലാം വിളിച്ചു നോക്കി. പക്ഷേ അവൻ അവിടെ ഒന്നും ചെന്നിട്ടില്ല. രാവിലെ അവൻ സ്റ്റേഷനിൽ ചെന്നായിരുന്നു. ആ സമയം നന്ദു ഇത്തിരി ഹാഷായിട്ടാണ് പെരുമാറിയത്, അത് അവന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തതെന്ന് അറിയില്ല എന്ന് പറയും. അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇപ്പോഴും അവനിങ്ങനെ അവളെ കാണുന്നത് വിലക്കുന്നത്, അവർ ഫ്രണ്ട്സ് അല്ലേ, കണ്ടോട്ടെ എന്നിങ്ങനെ പറയുക. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, ഫ്രണ്ട് എന്ന നിലയിലല്ല അനി നന്ദുവിനെ ഇങ്ങനെ കാണുന്നത്, അതുകൊണ്ടാണ് അവരോട് ഇങ്ങനെ പരസ്പരം കാണരുത് എന്നിങ്ങനെ പറഞ്ഞത്. അത് മാത്രമല്ല അനാമികയ്ക്ക് ഇഷ്ടവുമല്ല നന്ദുവിൻ്റെ അടുത്തിങ്ങനെ അനി പോകുന്നത് എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, അവൾക്ക് അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ അവൾ അവനെ സ്നേഹിക്കണം, അവൾ എന്ത് മോശമായിട്ട് അവനോട് പെരുമാറുന്നത്, ഇതൊന്നും ഇവിടെയുള്ളവരൊന്നും കാണുന്നില്ല, എന്നിട്ട് അവനെ കുറ്റപ്പെടുത്തും എന്നൊക്കെ ഇങ്ങനെ ജയൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും നല്ല ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ അജയനും. അന്നേരം അജയൻ പറയുന്നുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ വിളിച്ചു നോക്കുമ്പോഴേക്കും ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയുന്നത്. അവർ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്, ഞാൻ രാവിലെ തൊട്ട് വിളിക്കുന്ന അവനെ അന്നേരമല്ല ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ എവിടെ പോയെന്ന് അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുക. എന്നിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട്, ഈ കാര്യമൊന്നും ഞങ്ങൾ ഇവിടെ ഉള്ളവരോടൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പ്രശ്നമാകില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട്, അത് നന്നായി, പറയണ്ട, എന്തെങ്കിലും കേൾക്കാനിരിക്കുക, ഒരു ബഹളം വെക്കാനും വഴക്കുണ്ടാക്കാനും എന്നിങ്ങനെ പറയുക. അജയനും ജാനകിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ അനിയെ വിളിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഔട്ട് ഓഫ് കവറേജ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അജയൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് ഈ കാര്യം പറയുന്നുണ്ട്. അന്നേരം അജയൻ പറയുക, അതോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട, അവന് ബിസിനസ് ആവശ്യത്തിന് എവിടെയെങ്കിലും പോയതായിരിക്കുമെന്ന്. അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട്, അവനെ ബിസിനസ് ആവശ്യത്തിന് പോയതാണെങ്കിൽ നിങ്ങൾ അറിയില്ലേ, കുറഞ്ഞ ആദർശെങ്കിലും അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ജാനകി വിഷമത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുന്നതാണ്, ഇന്നിപ്പോൾ ഒരു തവണ പോലും വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ല, എന്താ എവിടെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അനി എന്തെങ്കിലും എന്തെങ്കിലും അബദ്ധം ചെയ്തു എന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.